ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷമായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ആർച്ച, പുള്ളിക്കാരി ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. കല്യാണം കഴിച്ച് 1 year ആയി അവിടെ. അപ്പം എന്താ പറയുക, ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്ത് അവളും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു 2 ദിവസത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്ളോഗ്. അപ്പോൾ കുറച്ച് നമ്മുടെ ഫോട്ടോസൊക്കെ കണ്ടല്ലോ, ഇനി നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കടക്കാം. ചിക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് അവൾ എൻ്റെ വീട്ടിൽ രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തിരിച്ച് ഞാനും അബുദാബിയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് അവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ്. എന്തായാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലുള്ളപ്പോൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ട് 1 year ഗ്യാപ്പായി. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഗ്യാപ്പാണ്. അപ്പം എന്തോ ഒരു ലാവൻഡർ ഫ്ലവർ പോലെ എനിക്ക് എടുക്കാം. അത് അവിടുത്തെ ഒരു ഡേറ്റ്സിന്റെ ഒരു ബെൽജിയം കോട്ടിംഗ് ഒക്കെ വരുന്ന ഒരു ഡേറ്റ്സ്. കാഡ്ബറിന്റെ അവിടുത്തെ ഒരു ബ്രാൻഡ്. പിന്നെ നോർമൽ. അങ്ങനെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ യാത്ര ഇന്ന് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് പോകുന്നത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ്. എപ്പോഴും അധികം ദിവസങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം ഒരു 1 day ട്രിപ്പിന് പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളവിടെ താമസിക്കാനുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്രയറായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ തവണ നമ്മൾ ജങ്കാർ വഴിയാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ടാണ് മുന്നേ നമ്മൾ ആദർശമൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 2 പേരും കൂടി ഈ ജങ്കാറിലൊക്കെ കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പരിസരത്ത് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ വണ്ടി ഏതാണ് ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു എമൗണ്ട് പറയും. അപ്പോൾ നമ്മളത് പേ ചെയ്യുക. നമ്മൾ ആ ടിക്കറ്റ് ഇവിടെ കാണിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ജങ്കാറിൽ നമ്മുടെ കാർ കയറ്റി നമുക്കിങ്ങനെ വണ്ടിയൊക്കെ ഓഫാക്കിയിട്ടിട്ട് ഇങ്ങനെ പോവാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞങ്ങൾ 2 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് എത്താനും പറ്റും, ട്രാഫിക് ബ്ലോക്കിലൊന്നും കുടുങ്ങാതെ. നമ്മുടെ ഈ തവണത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനെ ഹറിബറി കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു റിസോർട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുക, അത് കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് പോകാൻ തോന്നുകയാണെങ്കിൽ പുറത്തേക്ക് പോവുക, അങ്ങനെയുള്ളൊരു പ്ലാനാണ്. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഇന്ന സ്ഥലത്ത് വിസിറ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. 2-3 സ്പോട്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോവും. പിന്നെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാന്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ബുക്ക് ചെയ്തത്. നാഫയർ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഭയങ്കര എന്താ പറയുക, ഒരു ഹെറിറ്റേജ് അല്ല ഒരു മ്യൂസിയം രീതിയിലാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ പോയിരിക്കണേ. നമ്മൾ ചെന്ന സമയത്ത് തന്നെ ഒരുപാട് ഫോറിനേഴ്സിന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെക്കിനും പരിപാടിയൊക്കെ ചെയ്ത് ഈ ഒരു കുഞ്ഞു റൂമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ഒരു കഥകളി ഷോ നടക്കുന്നുണ്ട് ഡെയിലി. അപ്പോൾ നമ്മളെന്തായാലും അതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ലൈവായിട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും അതിന് ബുക്ക് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ലഞ്ച് കഴിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് കഥകളി കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു സൂപ്പും പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കഥകളി ഷോ കാണാൻ പോവാണ്.
മെയിൻലി ഇവർ ടൂറിസ്റ്റിനൊക്കെ പിടിക്കാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ തൊട്ടപ്പുറത്ത് തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ പോലും നമ്മളിതൊന്നും നമ്മളങ്ങനെ ഇരുന്ന് ടൈം എടുത്ത് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു അവസരം കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളും കാണാമെന്ന് വിചാരിച്ചു. പിന്നെ തെയ്യം അതുപോലെ കളരിയൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പക്ഷെ ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് കഥകളിയാണ്. ഇത് 2 പാർട്ടായിട്ടാണ്. നമുക്ക് ഇവരുടെ മേക്കപ്പും നമുക്ക് കാണാം, അത് കഴിഞ്ഞ് കഥകളി ആർട്ട് ഫോമും നമുക്ക് കാണാം. അപ്പം നമ്മൾ ചെന്നപ്പം കുറച്ച് വൈകിട്ടാണ് ഞങ്ങൾ ചെന്നത്. കാരണം ഈ ഒരു മേക്കപ്പ് നമ്മളൊന്ന് ഒഴിവാക്കി, കാരണം വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇത് നടക്കുന്നുണ്ടാവുക. നമ്മളൊരു ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു മേക്കപ്പൊക്കെ. അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എന്തൊക്കെ വെച്ചിട്ടാണ് ഈ മേക്കപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു ആർട്ട് ഫോം, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ കഥകളി ഒന്ന് കുറച്ച് നേരം കണ്ടാലോ. ആദ്യം തന്നെ അവരൊരാളെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരൻ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യും ഈ മെയിൽ ആൻഡ് ഫീമെയിൽ കാണിക്കാൻ വേണ്ടി, ആ സ്റ്റോറി ലൈനിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന കുറേ കാര്യങ്ങൾ ഇൻഡിവിജ്വലി വന്നിട്ട് നമുക്ക് ജെസ്റ്റേഴ്സ് കാണിച്ച് അതെല്ലാം അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ലൈൻ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ കുറേ ജെസ്റ്റേഴ്സ് ഇവർ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ കഥകളി ആർട്ട് ഫോം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. Whenever time permits, you see Kathakali again, so you'll become a fan of Kathakali later.
അങ്ങനെ കഥകളി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എല്ലാവർക്കും വന്നിട്ട് ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ അലൗ ചെയ്യുന്നുണ്ട്. ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് കഥകളി ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിന്നിട്ട് എടുക്കാം. നമുക്ക് രണ്ടുപേർക്കും നല്ല പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. യൂഷ്വലി നമ്മളിങ്ങനെയൊന്നും ടൈം സ്പെൻഡ് ചെയ്യാറില്ല, പക്ഷേ ഈ തവണ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. അതിനുശേഷം ആ ദിവസം രാത്രി ഞങ്ങൾ ലുലു മോളിലൊന്ന് പോയി. പിന്നെ വളരെ ലേറ്റായിട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ നൈറ്റ് പാരഗണിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു നൈറ്റ് പറയാനുള്ള വിശേഷം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഞങ്ങളുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുട്ടും പിന്നെ ബനാന ഫ്രൈ, പിന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് 11:30 ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ടൈമൊക്കെ എടുത്ത് കുറേ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ റിസോർട്ടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു അവിടെയൊക്കെ നിന്നിട്ട്. അങ്ങനെ കുറേ നേരം വിശേഷങ്ങളും കാര്യങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേ തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ ബീച്ചിൻ്റെ പരിസരത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം ഒരു ചീനവലയൊക്കെ നോക്കി നിന്ന് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത്. ഞങ്ങളെത്തിയ സമയത്ത് വലിയൊരു തിരക്കുണ്ടായിരുന്നില്ല. ഇഡ്ലി വട ദോശ. നമ്മൾ യൂഷ്വലി വേറൊരു രാജ്യത്ത് പോകുമ്പോഴല്ലേ ഇതുപോലെ സോവനിയേഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റ്സ് കളക്ട് ചെയ്യുക. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ കേരളത്തിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള മാഗ്നറ്റ്സ് കണ്ടു. പ്രോപ്പറായിട്ട് കൊച്ചി അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ നടക്കുക തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുറേ സ്ഥലമൊക്കെ നോക്കി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ലഞ്ചിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു കെഫേയിൽ പോകാനുള്ളൊരു പ്ലാൻ ഇട്ടു. അങ്ങനെ ഞങ്ങൾ നോക്കി വെച്ച ഒരു കെഫേയിലോട്ടാണ് നമ്മുടെ യാത്ര. എന്തായാലും നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു ഹൃദയഭാഗത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഒരുപാട് റൗണ്ട് ഈ ഭാഗത്തിൽ കൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് നമ്മുടെ കാശി ആർട്ട് കെഫേയിലാണ്. ഈ ഒരു കെഫേയിൽ മെയിൻലി ഒരുപാട് നല്ല ഭംഗിയുള്ള ആർട്ട് വർക്ക്സ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിഫറെൻറ്റ് ഒരു ആംബിയൻസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഒരുപാട് നല്ല ഭംഗിയുള്ള ഗ്രീനറീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് മെയിനായിട്ട് ഇവരൊരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. അത് കഴിക്കാനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ആസ്തറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു നല്ല ഒരു വൈബ് തന്നെയാണ് ഈ ഒരു കെഫേയുടെ. നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള കേക്ക് വൈറൽ കേക്കാണ് കേട്ടോ. ഒരുപാട് റീൽസിൽ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത് ട്രൈ ഔട്ട് ചെയ്യുന്നത്. ഈ ഒരു കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സോളിഡ് ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഇവർ ഗനാഷ് കൊണ്ട് ഒഴിച്ചിരിക്കുകയാണ്. നല്ലൊരു പ്രസൻറ്റേഷനിലാണ് ഇവർ ഈ കേക്കൊക്കെ കൊണ്ട് തന്നിട്ടുള്ളത്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷേ ചോക്ലേറ്റ് ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് തലയ്ക്കൊരു എന്താ പറയുക ഒരു മത്ത് പിടിച്ച പോലത്തെ ഒരു ഫീല് വരും. അങ്ങനെയാണ് ആർച്ചയ്ക്ക് തോന്നിയത്. ഞാൻ പക്ഷേ ഒരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ജൂ സ്ട്രീറ്റിലേക്കാണ്. നമ്മുടെ കാറ് നമ്മൾ അവിടെയുള്ള ഒരു പേ ആൻഡ് പാർക്കിൽ നമ്മൾ നിർത്തിയതിന് ശേഷം ഇതാണ് നമ്മുടെ ജൂ സ്ട്രീറ്റ്. നല്ല ഭംഗിയുള്ള വളരെ നാരോ സ്ട്രീറ്റ്സാണ് ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് ഷോപ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാം വളരെ നല്ല ഭംഗിയുള്ള നമുക്ക് അട്രാക്റ്റഡ് ആവുന്ന രീതിയിലാണ് അവരെല്ലാം വെച്ചിട്ടുള്ളത്. ഒരുപാട് നല്ല ആൻറ്റീക്കായിട്ടുള്ള കുറേ ആർട്ട് വർക്ക്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ വുഡനായിട്ടുള്ള കാർവിങ്സ് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും, പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കാം. പിന്നെ നമ്മൾ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല പെയിൻറ്റിങ്സ് ക്യാൻവാസിൽ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ലൈവായിട്ട് ഒരു ആർട്ടിസ്റ്റ് ഇരുന്ന് വരയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഒരുപാട് സമയം നമ്മൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും പല ഷോപ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ.
അത്യാവശ്യം നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജൂ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ബോഹീമിയൻ തീമുള്ളൊരു കെഫേയിലേക്കാണ്. ഗയ എന്നാണ് പേര്. നല്ല അടിപൊളിയായിട്ടൊരു ന്യൂലി ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കെഫെയാണ്. ഇവിടെ ഞാൻ ആക്ച്വലി കൂടുതലും റീൽസിനൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടലായിട്ടുള്ള രീതിയിലത്തെ വീഡിയോസ് കുറവായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ നമ്മൾ അവരുടെ 2 സിഗ്നേച്ചർ ഐറ്റംസ് കഴിച്ചു. ഒരെണ്ണം ഈ ഒരു ഡ്രിങ്കാണ്, പിന്നെ ഈ പ്രോൺസിൻ്റെ ഈ ഒരു സ്റ്റാർട്ടർ ഐറ്റമാണ്. രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു. ഫുഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് പനമ്പള്ളി നഗറിലോട്ടാണ്. അവിടെ നമ്മളൊരു മെയ്ഡ് ബൈ കീർത്തി എന്ന് പറയുന്ന ഒരു ബൊട്ടീക്കിലോട്ടാണ്. ഇതൊരു വീട് പോലെയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മെറ്റീരിയൽസ് ഇഷ്ടമായെങ്കിൽ നമുക്കത് ഓപ്റ്റ് ചെയ്ത് അവിടെ തന്നെ അവർ സ്റ്റിച്ച് ചെയ്ത് തരും. പിന്നെ ഇവിടെ കൂടുതലായിട്ടും കഫ്താൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കോട്ടണിലും അതുപോലെ തന്നെ മൊഡാൽ സിൽക്കിലും വരുന്ന നല്ല ഭംഗിയുള്ള കഫ്താൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കഫ്താൻസ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കഫ്താൻസ് ഒക്കെ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ബൊട്ടീക്ക് വിസിറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ സിസ്റ്ററായ പ്രിയ മോഹൻ ആൻഡ് നിഹാൽ എന്ന് പറയുന്ന 2 ആൾക്കാർ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അവരുടെയാണ് ഈ ഒരു ഹാപ്പി സ്റ്റോർ എന്ന് പറയുന്ന ഒരു വെഞ്ചർ. അപ്പോൾ ഇതും പനമ്പള്ളി നഗർ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറിൽ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. പിന്നെ മെയിൻലി ഈ ഒരു സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പ്രീമിയം മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ്. ഒരുപാട് ബ്രാൻഡ്സ് വന്ന് കൊളാബ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഒക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്യാം. നമ്മൾ പനമ്പള്ളി വരെ വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടയിൽ. അങ്ങനെ നമ്മുടെ കൊച്ചി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാറായി. കാരണം ഈ ഒരു സ്റ്റോറും കൂടി വിസിറ്റ് ചെയ്ത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. കാരണം നമുക്ക് തന്നെ ഇവിടെ നിന്ന് ഓടിച്ച് തൃശ്ശൂർ വരെ എത്തണം. അപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി. നമ്മൾ ഇറങ്ങുകയാണ് അവിടെ നിന്ന്. ഈ കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പായി മാറി ഈ ഒരു കൊച്ചി വ്ളോഗ്. അതിപ്പോൾ കൊച്ചിയിൽ നിന്ന് ആവണമെന്നില്ല, നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മൾ ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാറ്. ഈ ഒരു തവണയും നമുക്കതുപോലെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് കിട്ടി. എന്തായാലും ഇനി ഇതുപോലെ നല്ല അടിപൊളി ട്രിപ്സ് നമുക്ക് ഒരുമിച്ച് പോകാനും എൻജോയ് ചെയ്യാനും പറ്റട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.